Hi everyone, welcome to another session by Civils 360 IAS Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. അതിൻ്റെ പേരാണ് നാഷണൽ ഇ വിധാൻ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ത്യയിൽ ഫുൾ ഗവൺമെൻറ് സർവീസസ് ഒക്കെ ഡിജിറ്റൈസ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്സിലാണല്ലേ. അപ്പോൾ നമ്മുടെ വിധാനിലെ പ്രോസസ്സ് നമ്മൾ ആക്കുന്നു, അതായത് വിധാന്റെ പ്രോസസ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നു. അതാണ് നാഷണൽ ഇ വിധാൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നേവ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. വിധാൻ മീൻസ് നമ്മുടെ ലെജിസ്ലേച്ചർ അല്ലേ. അപ്പോൾ നേവ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ പേപ്പർലെസ് ആക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാ അസംബ്ലീസിൻ്റെയും പ്രൊസീജിയേഴ്സും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആക്കുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നേവ എന്ന് പറയുന്നത്. ആൻഡ് this is something related to integrating the state legislature process, right? എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൻ്റെയും പ്രോസസ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? പാർലമെന്റിന് മാത്രമേ പറ്റുള്ളൂ. ആൻഡ് ഇവിടുത്തെ മിനിസ്ട്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേവ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നേവ പോർട്ടലിനെ കൺട്രോൾ ചെയ്യുന്ന മിനിസ്ട്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണ്. ഇനി ആലോചിച്ച് നോക്കിയേ, ഒരു ഹ്യൂജ് ഡേറ്റ ആണ് അപ്പോൾ അവിടെ കളക്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് സാധാരണ ഒരു കമ്പ്യൂട്ടറിലോ ഒരു സിസ്റ്റത്തിലോ ഒന്നും ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലാർജ് ബൾക്കി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് മേഘ്രാജ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഇതിന്റെ ഫണ്ടിങ് നോക്കുവാണെങ്കിൽ ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫുള്ള് കാശ് കൊടുക്കുവോ? ഇല്ല, ഫുള്ള് കാശ് കൊടുക്കാതെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഷെയർ മാത്രം സെൻട്രൽ കൊടുക്കുന്നു. ബാക്കി ആ കാശ് ആര് കണ്ടുപിടിക്കണം? സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ആൻഡ് ഈ സെൻട്രലി സ്പോൺസേർഡ് സ്കീമില് മിക്ക സ്റ്റേറ്റിനും, മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സിനും 60:40 ആയിരിക്കും ഫണ്ടിങ്. ഹില്ലി സ്റ്റേറ്റ്സിനും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനും എങ്ങനെയായിരിക്കും? യൂഷ്വലി വരുന്ന പോലെ തന്നെ 90-10 ആണ്. ഇനി ലെജിസ്ലേച്ചർ ഉള്ള യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടുത്തെ ഫുൾ ഫണ്ട് ആരെടുക്കേണ്ടി വരും? പാർലമെന്റ് എടുക്കേണ്ടി വരും. അത് ഒബ്വിയസ് ആണല്ലേ, കാരണം യൂണിയൻ ടെറിട്ടറീസ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? യൂണിയൻ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഫുൾ ഫണ്ട് ആര് കൊടുക്കും? യൂണിയൻ ഗവൺമെന്റ് കൊടുക്കും. അതാണ് ഇവിടുത്തെ ഫണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ നേവ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? ഇതൊരു ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ പാർട്ടാണെന്ന് പറയാം അല്ലെ. എന്തായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്? ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സർവീസസിനെയും നമുക്ക് ആപ്ലിക്കേഷൻസ് വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ഡിജിറ്റലി അവൈലബിൾ ആക്കുക, ഗവൺമെന്റ് സർവീസസ് ഒക്കെ നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു വിഷൻ ഉള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യ വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കീഴിലാണ് നമ്മുടെ ഈ നേവ പ്ലാറ്റ്ഫോം വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ ഇതൊരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ആണ്. മീൻസ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിന്റെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും ലെജിസ്ലേച്ചർ, ഒരു 37 ലെജിസ്ലേച്ചേഴ്സിന്റെ ഒരു ഡേറ്റ റിപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യും ആര്? ഈ നേവ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസിവിറ്റിക്ക് എക്സാമ്പിൾ ആണ്. എന്താണ് ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻക്ലൂസിവിറ്റി മീൻസ് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. എങ്ങനത്തെ ഇൻക്ലൂസിവിറ്റി? ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇൻക്ലൂസിവിറ്റി മീൻസ് എല്ലാ ലാംഗ്വേജിലും നമുക്കിത് അവൈലബിൾ ആകും. നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സ് സെഷനിൽ നമ്മളൊരു സംഭവം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭാഷിണി എന്ന് പറഞ്ഞിട്ട്. ഈ പ്ലാറ്റ്ഫോം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI യൂസ് ചെയ്തിട്ട് കണ്ടന്റ്സിനെ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സ്കീമായിരുന്നു ഭാഷിണി എന്ന് പറയുന്നത്. ഈ ഭാഷിണിയുടെ ഹെൽപ്പോടെയാണ് നേവ പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ ലാംഗ്വേജിലും, നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിലൊക്കെ തന്നെ ഈ ഒരു നേവയുടെ സർവീസസ് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഇപ്പം കേരളത്തിൽ നിന്നുള്ള ലെജിസ്ലേച്ചർ ആണെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഡേറ്റാസ് അവൈലബിൾ ആക്കാം, തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ തമിഴിൽ അവൈലബിൾ ആക്കാം. അങ്ങനെ എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ സർവീസസ് അവൈലബിൾ ആണ്. അപ്പൊ അത് ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസിവിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിജിറ്റൽ ആവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഡേറ്റാസ് ഒക്കെ ഡിജിറ്റലാക്കി സൂക്ഷിക്കുന്നത്? പേപ്പേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ബൾക്ക് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം എപ്പോഴും എങ്ങനെയായിരിക്കും? ഡിജിറ്റലി ചെയ്യുന്നതായിരിക്കും. നമ്മൾ 1000 പേപ്പർ കെട്ടി വെക്കുന്ന സ്ഥലം വേണ്ട, നമുക്കൊരു കമ്പ്യൂട്ടർ വെച്ചിട്ട്
ലക്ഷക്കണക്കിന് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ അല്ലേ. അപ്പോൾ പേപ്പർലെസ് ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യും ആര്? നേവ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതൊരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ആണ്. 37 ലെജിസ്ലേച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാ സ്റ്റേറ്റിന്റെയും എല്ലാ യൂണിയൻ ടെറിട്ടറിയുടെയും ലെജിസ്ലേറ്റീവ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇത് ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസിവിറ്റിക്ക് എക്സാമ്പിൾ ആണ്. എല്ലാ ലാംഗ്വേജസിലും വിത്ത് ഇന്റഗ്രേഷൻ ടു ഭാഷിണി പ്ലാറ്റ്ഫോമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസിവിറ്റിക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ ഉള്ളത് പേപ്പർലെസ് ആണ്. ഫുൾ ഡേറ്റാസ് ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവിടെ പേപ്പറിന്റെ ആവശ്യം വരുന്നില്ല. സോ പേപ്പർലെസ് ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ലെജിസ്ലേച്ചറിന്റെയും ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സിന്റെയും പേപ്പർലെസ് ഫംഗ്ഷന് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലെജിസ്ലേറ്റീവ് സിസ്റ്റം കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആവും. അതിന്റെ അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ആസ് വെൽ ആസ് അതിന്റെ വർക്കിംഗ് എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഗവേണൻസ് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? അതിന് എഫിഷ്യൻസി ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, ട്രാൻസ്പെറൻസി ഉണ്ടാവണം. നമുക്ക് അറിയാൻ പറ്റണം അല്ലേ നമ്മുടെ ലെജിസ്ലേച്ചറിൽ എന്താ നടക്കുന്നതെന്ന്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആര് സഹായിക്കും? നേവ പ്ലാറ്റ്ഫോം സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സും ഇത് ഓൾറെഡി ഈ നേവ പ്ലാറ്റ്ഫോമിൽ ഇംപ്ലിമെന്റേഷൻ ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു നേവ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം? എന്തിനാനുള്ളതാണ്? നമ്മുടെ ലെജിസ്ലേച്ചറിന്റെ ഡേറ്റാസിനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവോട് കൂടി വന്നൊരു പ്ലാറ്റ്ഫോമാണ്. എല്ലാ സ്റ്റേറ്റിന്റെയും യൂണിയൻ ടെറിട്ടറിന്റെയും ഡേറ്റാസ് നമുക്കിത് കിട്ടും. ആൻഡ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആണ്. പിന്നെ എന്ത് പറഞ്ഞു? അവിടുത്തെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്തായിരുന്നു? മേഘരാജ് 2. പിന്നെ ഫണ്ടിങ് ഇത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. 60-40 ആണ് നോർമൽ ഫണ്ടിങ്. 100% ആണ് യൂണിയൻ ടെറിട്ടറീസിന്. ദെൻ 90-10 ആണ് ഹില്ലി സ്റ്റേറ്റ്സിന്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? നമുക്കൊരു യൂണിഫൈഡ് ഡേറ്റ സെന്റർ അല്ലെങ്കിൽ ഒരു ഡേറ്റ റിപ്പോസിറ്ററി ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂസിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും. പേപ്പർലെസ് ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഗവേണൻസ് സിസ്റ്റത്തിലെ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, എഫിഷ്യൻസി പോലുള്ള ഫീച്ചേഴ്സ്, വാല്യൂസ് ആഡ് ചെയ്യും. അതേപോലെ തന്നെ മിക്ക സ്റ്റേറ്റ്സും ഇന്ത്യയിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്? നേവ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.